ഹലോ മക്കളെ, സൽസമീ സാറാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയുടെ സമയം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക അല്ലേ? ഇനി കഷ്ടിച്ച് നിങ്ങളുടെ +2 സ്കൂൾ ലൈഫ് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്ന ഒരു അധ്യായം വളരെ പെട്ടെന്ന് അടഞ്ഞു പോവുകയാണ്. ഏകദേശം ഒരു മാസം. ആ ഒരു മാസത്തിൽ നിങ്ങളുടെ അക്കാഡമിക് ഡേയ്സ് മാത്രം കൂട്ടാണ് 20ഓളം ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 20ഓളം ദിവസങ്ങൾ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 10 to 15 ദിവസങ്ങളുടെ ഇടയിൽ മാത്രമേ ഇനി നിങ്ങൾക്ക് എന്തുള്ളൂ, ഈ പറയുന്ന +2 ലൈഫ് ഉള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങളുടെ +2 ലൈഫ് കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നൊരു ചോദ്യം വരുന്നതിനുണ്ട്. +2വിൽ നീ എങ്ങനെ കഴിഞ്ഞു എന്നൊരു ചോദ്യം ആദ്യം ചോദിക്കും അല്ലേ? ആര് ചോദിക്കണം? നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പോൾ അതിനുള്ള അവസാനത്തെ നിങ്ങളുടെ അവസരമാണ് ഈ പറയുന്ന മോഡൽ എക്സാമും ഫൈനൽ എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള ഈ മോഡൽ എക്സാം. അപ്പോൾ ഈ മോഡൽ എക്സാം മുതൽ മക്കളെ ഫൈനൽ എക്സാം വരെയുള്ള ഏകദേശം ഒരു മാസത്തോളം സമയം, ആ ഒരു മാസത്തോളം കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുമെങ്കിൽ മക്കളെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ട് +2 പാസ്സാൻ പറ്റും. ഇത് എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ തരുന്ന വാക്കാണ്. എൻ്റെ മക്കളെ എൻ്റെ കൂടെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തമ്പനയിൽ കണ്ടുവന്ന ആൾക്കാരാണല്ലേ. അതായത് വെയിറ്റേജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓരോ ചാപ്റ്റർ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കാര്യം നിങ്ങൾ നോക്കുക, ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കാനുള്ളതെന്നാണല്ലേ. നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നവരാണ് +2വിൽ നിങ്ങൾ പഠിച്ചത് 2 പുസ്തകങ്ങളാണ്. ഒന്നേതായിരുന്നു മൈക്രോ എക്കണോമിക്സും, മറ്റൊന്ന് മാക്രോ എക്കണോമിക്സും. എന്താ പ്രത്യേകത? മൈക്രോ എല്ലാവരും വളരെ നന്നായിട്ട് മികച്ച രീതിയിൽ നന്നായിട്ട് പഠിച്ചു പോയിട്ടുണ്ടാവും. എക്കണോമിക്സിൽ ഇഷ്ടപ്പെട്ടു വരുന്ന സമയത്താണ് മാക്രോ എക്കണോമിക്സ് വരുന്നത്. പേര് പോലെ തന്നെ കുറച്ച് വിശാലമായതുകൊണ്ട് തന്നെ മാക്രോ എക്കണോമിക്സിൽ പലർക്കും കാലിടറി പോയിട്ടുണ്ടാവും, ചിലർ വീണ് പോയിട്ടുണ്ടാവും, ചിലരൊന്നും ചെയ്യാൻ പറ്റാതെ മൈക്രോയിൽ മാത്രം സ്റ്റെക്കായി കിടന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അങ്ങനെ ഈ പറഞ്ഞ 3 പേർക്കും അതിലുപരി +2 പഠിച്ച നിങ്ങളെല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ കൈ പിടിച്ച് ഉയർത്താൻ, അഥവാ മൈക്രോയിൽ പെട്ട് കഴിഞ്ഞ് മാക്രോയിലേക്ക് എത്താൻ പറ്റാതെ ആ ലൂപ്പിൽ ഇങ്ങനെ പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ മാക്രോയിൽ കാലിടറി വീണ് പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വീഡിയോ ഇന്ന് വരുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ എങ്കിൽ എജ്ബോർഡിൻ്റെ കൈ നിങ്ങളുടെ മുമ്പിലേക്ക് നീട്ടുകയാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറായി മക്കളെ, പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങളുടെ ചാപ്റ്റർ വെയിറ്റേജ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗവൺമെൻറ് തന്ന സർക്കുലർ പ്രകാരം നിങ്ങൾക്ക് അറിയുന്ന കാര്യമുണ്ട്. നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത് മൈക്രോ എക്കണോമിക്സിൽ 5 ചാപ്റ്ററും മാക്രോ എക്കണോമിക്സിൽ 6 ചാപ്റ്ററും, ആകെ മൊത്തം 11 ചാപ്റ്റേഴ്സാണ് നിങ്ങൾ +2വിൽ പഠിക്കേണ്ടത്. ഈ 11 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ 80 മാർക്കിൻ്റെ പരീക്ഷ അല്ലേ? 80 മാർക്കിൻ്റെ പരീക്ഷ 11 ചാപ്റ്റേഴ്സിന് വരുമ്പോൾ ഏകദേശം ഒരു ചാപ്റ്ററിന് 8 മാർക്കോളം എന്ന രീതിയിലാണ് നിങ്ങൾ കണക്കൂട്ടിയതെങ്കിൽ തെറ്റി. അതിൻ്റെ കൃത്യമായ വെയിറ്റേജ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വെയിറ്റേജ് ഗവൺമെൻറ് കൊടുത്ത സർക്കുലർ പ്രകാരം ഇതുണ്ട്. ഒന്നുകൂടി ഇതിനെ വൃത്തിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. മൈക്രോ എക്കണോമിക്സിന് നോക്കിയേ, 40 മാർക്കിനായിരിക്കും മൈക്രോ എക്കണോമിക്സിന് നിങ്ങൾക്ക് ചോദ്യങ്ങളും കാര്യങ്ങളും വരിക. അപ്പോൾ ഈ 40 മാർക്കിനുള്ള മൈക്രോ എക്കണോമിക്സിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 5 ചാപ്റ്റർ പഠിക്കാനുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ അടക്കം ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്ററാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, അഥവാ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ അടക്കമാണ് ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ അടക്കം വരുന്ന ഈ ചാപ്റ്ററിന് 12 മാർക്കിനാണ് പരമാവധി ചോദ്യങ്ങൾ. അപ്പോൾ നോക്കുക, നിങ്ങളുടെ ഒരൊറ്റ ചാപ്റ്ററിന് മാത്രം 40 മാർക്ക് 12 മാർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം 25% മുകളിൽ മാർക്ക് ഈ ചാപ്റ്ററിനാണ് നിങ്ങൾക്ക് മൈക്രോയിൽ വരുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിമാൻഡിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് നമ്മുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റൊരു എസ്സേ ക്വസ്റ്റ്യന് കൂടി പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ഈ ഒരു ചാപ്റ്റർ തന്നെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ച് പഠിച്ചത് അല്ലേ? അതിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കും നോക്കിയേ, 10ഉം 12ഉം 22 മാർക്കാണ് ഈ 2 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മൈക്രോ കിട്ടുന്നത്. 40 മാർക്കുള്ള മൈക്രോയിൽ നിന്നും 22 മാർക്ക് എന്ന് പറയുമ്പോൾ 50% മുകളിൽ മാർക്ക് എവിടുന്നുണ്ട്? ഈ പറയുന്ന ചാപ്റ്റർ 2 ചാപ്റ്ററിന് മാത്രമുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഈ 2 ചാപ്റ്ററാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കിയേ, 22 8 30 മാർക്കായി അല്ലേ? 30 മാർക്കായി. ബാക്കി വരുന്ന 10 മാർക്ക് 10 മാർക്ക് 2 ചാപ്റ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 6 മാർക്ക് വരുന്നത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിരുന്ന മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ നിന്നുമാണ് നിങ്ങൾക്കുള്ള 6 മാർക്ക് വരുന്നത്. ആൻഡ് ഫൈനലി 4 മാർക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് വെറും 4 മാർക്കാണുള്ളത്. മൈക്രോ എക്കണോമിക്സ് എന്താണ്, അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ സെപ്പറേറ്റ് ബ്രാഞ്ചുകൾ എന്താണ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്ന 1ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അവിടെ നിന്നും 4 മാർക്ക്. ഓക്കെ, അപ്പോൾ ആകെ മൊത്തം നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ 40 മാർക്കായിരിക്കും ഉണ്ടാവുക. ഈ 40 മാർക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് സെക്കൻഡ് 4th ചാപ്റ്ററിന്
ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എടുത്ത് പഠിക്കുക, അതിൽ നിന്നാണ് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 40 മാർക്കിൽ നിന്നും മിനിമം, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു പറഞ്ഞ കാര്യമാണ്, മിനിമം നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന മാർക്കാണ് 30 മാർക്ക്. ഓക്കെ, ഇത് എല്ലാവർക്കും പറ്റുന്ന മാർക്ക് കേട്ടോ. മിനിമം 30 മാർക്ക് നിങ്ങളെ കൊണ്ട് ഇവിടുന്ന് വാങ്ങാൻ പറ്റണം. അത് മിനിമം ആണ് പറഞ്ഞത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു രീതി പ്ലാൻ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് വാങ്ങാനും പറ്റും. അടുത്ത സമയം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ടഫായിട്ടുള്ള മാക്രോ എക്കണോമിക്സ് ആണ്. ഇവിടെ നിന്നും എത്ര മാർക്കിന് തന്നെ ചോദ്യം വരിക? 40 മാർക്കിന് തന്നെയാണ് ഇവിടെ നിന്നും ചോദ്യങ്ങൾ വരിക. അപ്പോൾ 40 മാർക്കിന് വരുന്ന ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ 40 മാർക്കിന് നിങ്ങൾ പഠിക്കേണ്ടത് 6 ചാപ്റ്റേഴ്സാണ്. ഒരു ചാപ്റ്റർ അധികമുണ്ട്. അത് കാരണം വേറെ ഒന്നുമില്ല, മൈക്രോയിലെ അവസാനത്തെ ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ മാക്രോയിലെ 6 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ തന്നെയാണ്. ഏതാണ്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അല്ലേ, എന്നേക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം, ഒരുപാട് ഇക്വേഷൻസ് വന്ന് കൺഫ്യൂഷൻ ആക്കി നിങ്ങളുടെ കൺഫ്യൂഷൻ അങ്ങേ തലക്ക് എത്തിച്ച ചാപ്റ്റർ ആയിരുന്നു നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. 12 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം. നോക്കിയേ, 12 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം. ഏകദേശം നമ്മൾ പറഞ്ഞു 25% മുകളിൽ മാർക്ക് മാക്രോ എന്നുള്ളത് ഈ ഒരൊറ്റ ചാപ്റ്ററിനാണ്. അപ്പോൾ 12 മാർക്കിന് അവിടെ നിന്ന് വരാൻ പോകുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ അടക്കം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ എസ്സേ ക്വസ്റ്റ്യൻ അടക്കം വരുന്ന ഈ ഒരു ചാപ്റ്ററിന് 12 മാർക്ക് വരുമ്പോൾ മിനിമം ഒരു 10 മാർക്കെങ്കിലും, എത്ര പറഞ്ഞാൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ, മിനിമം ഒരു 10 മാർക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്കോർ ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, മാക്രോയിൽ ആദ്യം പഠിക്കുന്നത് ഈ പറഞ്ഞ സെക്കൻഡ് ചാപ്റ്ററാണ്. അതിനുശേഷം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വേറെ ഏതുമല്ല, നമ്മുടെ 4th ചാപ്റ്റർ അഥവാ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും എസ്സേ ഒന്നും ചോദിക്കാൻ ഒരു ചാൻസും ഇല്ല. പകരം ആഗ്രിഗേറ്റ് ഡിമാൻഡും അതിൻ്റെ കോമ്പണൻസും അതേപോലെ ആഗ്രിഗേറ്റ് സപ്ലൈയും അതിൻ്റെ കോമ്പണൻസുമായിട്ട് ബന്ധപ്പെട്ട 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അവിടെ പ്രതീക്ഷിക്കാം. പിന്നീടുള്ള 3 ചാപ്റ്റേഴ്സിന് 6 മാർക്ക് വീതം, അതായത് 18 മാർക്കാണ് ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സിന്. ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്? മണി ആൻഡ് ബാങ്കിങ്, അതുപോലെ ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ഓപ്പൺ എക്കോണമി. ഈ പറഞ്ഞ 3 ചാപ്റ്ററിനും 6 മാർക്ക് വീതമാണ് തരുന്നത്. അതായത് ഇവിടെ നിന്നും മണി ആൻഡ് ബാങ്കിൽ നിന്നും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതുപോലെ ഗവൺമെൻറ് ബജറ്റിന് 6 മാർക്ക്, ഓപ്പൺ എക്കോണമിന് 6 മാർക്ക്. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങളുടെ മണി ആൻഡ് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഷുവറായിട്ട് പറയുന്നില്ല, പക്ഷേ ഒരു എസ്സേ ക്വസ്റ്റ്യന് വളരെയധികം കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളൂ. 6 മാർക്കിന് ആ ഒരു ചോദ്യമാകും. അറ്റ് ദ സെയിം ടൈം ഗവൺമെൻറ് ബജറ്റിനെ കുറിച്ചുള്ള ചാപ്റ്ററിന് 6 മാർക്ക് ആൻഡ് ഓപ്പൺ എക്കോണമിയെ കുറിച്ചുള്ള ചാപ്റ്ററിന് 6 മാർക്ക്. ആൻഡ് ഫൈനലി 3 മാർക്ക്. ഈ പറയുന്ന 3 മാർക്ക് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് പറയുന്ന ഭാഗത്തു നിന്നാണ്. അവിടെ നിന്നും നിങ്ങൾക്ക് കെയ്നീഷ്യൻ എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായി, അതേസമയം ഗ്രേറ്റ് ഡിപ്രഷൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ മെയിനായിട്ട് പറയുന്നുണ്ടാവുക. ഇനി എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചു, ഏതൊക്കെ ചാപ്റ്റർ ഏതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അങ്ങനെ ആകെ മൊത്തം 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 40 മാർക്ക് മാക്രോയ്ക്കും 40 മാർക്ക് മൈക്രോയ്ക്കും എന്ന് പറയുന്നത്. പക്ഷേ എപ്പോഴും ഇത് ശരിയാവുന്നില്ല. ചില സമയങ്ങളിൽ മൈക്രോ 42 മാർക്കും മാക്രോ 38 മാർക്കാവാം. ചില സമയങ്ങളിൽ നേരെ തിരിച്ച് മൈക്രോ കുറവും മാക്രോ കൂടുതലാവുന്ന സിറ്റുവേഷനും വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ മക്കളെ, എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ +2 ലൈഫ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കിടക്കുന്നുണ്ട്. കടൽ പോലെ വിശാലമായിട്ട് കിടക്കുന്ന ഈ കടലിൽ മുങ്ങിച്ചാവാതെ അതിൽ നിന്നും രക്ഷ നേടി കൃത്യമായ നല്ലൊരു കരയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടണമെങ്കിൽ മക്കളെ, ഇപ്പോൾ ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം തൊട്ട് നിങ്ങളൊരു ബുക്കും പേപ്പറും എടുത്ത് അതിൽ എഴുതി വെച്ചോളൂ. ഞാൻ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഞാൻ പഠിച്ചു തുടങ്ങുന്നു. എനിക്ക് +2ൽ എന്താണ് സംഭവിച്ചത്, ഞാൻ ഇന്ന് ഈ നിമിഷം മുതൽ പഠിച്ചു തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് തന്നെ എഴുതി അവിടെ ഒപ്പിടുക. നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെ മറ്റാരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് പോലെ തന്നെയായിട്ട് ഈ ഒരു വാക്ക് അവിടെ എഴുതുന്നു, നമ്മളവിടെ എഴുതി ഒപ്പിടുന്നു. ഈ നിമിഷം തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കാമെന്നല്ലേ? പേടിക്കണ്ട, ഇതിനുള്ള സപ്പോർട്ടുകളൊക്കെ ആയിട്ട് എഡ്യൂബൂട്ടിൻ്റെ എല്ലാ കംപ്ലീറ്റ് ഫാക്കൽറ്റീസും നിങ്ങൾക്ക് അതിനുവേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മക്കളെ, ഞാൻ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങളുടെ ഒരു കടൽ തന്നെ തുറന്നു കിടക്കുന്നുണ്ട്. ആ കടലിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിപ്പെടാനും ആ കടലിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് പോയി ജീവിതത്തെ ഏറ്റവും മികച്ച രീതിയിൽ ജീവിച്ചു തീർക്കാനും ഈ പറയുന്ന ഭൂമിയിലെ മനോഹരമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് വളരെയധികം മികച്ചൊരു ജോലി നേടിക്കൊണ്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാ തരത്തിലും മക്കളെ ഏറ്റവും മികച്ച ജീവിതം കാഴ്ചവെച്ചുകൊണ്ട്
മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതിന് സാധിക്കണമെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കൂടെ സപ്പോർട്ട് ചെയ്യാൻ അഥവാ കൂടെ നിൽക്കാൻ ആരുണ്ട്? എഡ്യൂബോർട്ടുണ്ട്, കംപ്ലീറ്റ് ടീമുണ്ട്, പ്രത്യേകിച്ച് ഞാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്, ഈ നിമിഷം തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണമെങ്കിൽ എക്കണോമിക്സ് +2 നല്ലൊരു മാർക്ക് വാങ്ങി തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടെ ഞാൻ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാക്കും തരുന്നുണ്ട്. മക്കൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് വാങ്ങാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. വീണ്ടും നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ മുമ്പിലുള്ള അവസാനത്തെ അവസരമാണിത്. ഈ പറയുന്ന +2 ലൈഫ് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ മക്കളെ ഏറ്റവും മികച്ച അവസരങ്ങൾ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽ സബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.